2 ദിവസത്തെ മഴയിൽ 73 ഇഞ്ച് ഷട്ടർ തുറന്നത് കാരണം പെട്ട സംഭവമാണിത്. ഇത് നമ്മുടെ വരുന്ന കറക്റ്റ് സ്പോട്ട് കമ്പനിപ്പടി എന്ന് വെച്ചാൽ നമ്മുടെ പീച്ചി റോഡിൽ നിന്ന് പീച്ചി ഡാമിലേക്ക് പോകുന്ന വഴിയാണിത്. അവിടെ പള്ളിയാവട്ടെ, വീടാവട്ടെ, കടകളാവട്ടെ എല്ലാം നമുക്കിപ്പോൾ കണ്ടതിൽ തന്നെ അറിയാലോ. പക്ഷേ ഈ കണ്ടതിൽ കൂടുതൽ വെള്ളമാണ് നന്നായിട്ട് പെട്ടിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ നമുക്കങ്ങോട്ട് പോയി വീഡിയോ എടുക്കാൻ പറ്റാത്തത് കാരണമാണ് നമ്മളങ്ങോട്ട് പോയി വീഡിയോ എടുക്കാത്തത്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട് ഫുള്ളായിട്ട് മുങ്ങിപ്പോയ ഏരിയ ഉണ്ട് അവിടെ. നമ്മുടെ ഇപ്പോൾ സൈഡിൽ കൂടെ നിൽക്കുന്ന കുറച്ച് ഉള്ളിലേക്ക് നിൽക്കുന്ന ഇതൊക്കെ മെയിൻ റോഡ് ഏരിയയിൽ നിൽക്കുന്ന വീടുകളാണ് ഇതൊക്കെ. അത് കാരണമാണ് ഇത്രയും വെള്ളം. നമുക്ക് കുറച്ചങ്ങ് ഉള്ളിലേക്ക് പോയി നോക്കുമ്പോഴത്തേക്ക് വീടുകൾ നമുക്ക് കാണത്തു പോലുമില്ല. അവിടെ ഇങ്ങനത്തെ ഒരു വീടുകളുണ്ടോ എന്ന് നമുക്ക് അറിയത്തു പോലും ഇല്ലാത്ത രീതിയിലാണ് സംഭവം വെള്ളത്തിൻ്റെ അടിയിൽ മുങ്ങിയിരിക്കുന്നത്. ആകെ പെട്ടെന്ന് ചോദിച്ചാൽ പറഞ്ഞാൽ പറ്റത്തില്ല. നമുക്ക് പെട്ടെന്ന് 73 ഇഞ്ച് തുറന്നില്ലേ, അതിൻ്റെ ബുദ്ധിമുട്ട് നമുക്ക് നന്നായിട്ട് എല്ലാവർക്കും. മഞ്ഞക്കുന്നാണ് ഇത്, മഞ്ഞക്കുന്ന് പാലം എന്ന് വെച്ചാൽ ഇത് കുറച്ച് വെള്ളം താഴ്ന്നതാണ്. കാരണം ഈ പാലം കാണത്തില്ലായിരുന്നു. ഞാൻ മുന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അതിൻ്റെ അകത്ത് ഈ പാലം കാണത്തില്ല, കാരണം കംപ്ലീറ്റ് മുങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് ഇഞ്ച് ഷട്ടർ കുറഞ്ഞതിൽ ആ പാലം അങ്ങ് തെളിഞ്ഞ് വന്നതേ ഉള്ളൂ. ഞങ്ങളൊക്കെ വിചാരിച്ചു ഈ പാലം ഇതൊക്കെ എൻ്റെ വീടിൻ്റെ അടുത്തുള്ളതായിട്ടാണ്. ഞങ്ങൾ വിചാരിച്ചു ഈ പാലം തന്നെ ഓൾറെഡി പോയെന്നാണ്. അതിൻ്റെ അപ്പുറം ഈ പാലത്തിന് അപ്പുറത്തോട്ട് കുറേ വീടുകളുണ്ട്. അവിടെയൊക്കെ 2-3 വഴി കംപ്ലീറ്റ്ലി ബ്ലോക്കായിപ്പോയി. ഒന്നും മാറാൻ പോലും പറ്റാത്ത അവസ്ഥ. ഈ വീട് കണ്ടു, ഇതൊക്കെ മഞ്ഞക്കുന്നിലെ വീടുകളാണ്. പക്ഷേ കംപ്ലീറ്റും പോയി എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ട വെള്ളം ഇപ്പോൾ എവിടം വരെ നിൽക്കുന്നതെന്ന് നമുക്ക് കാണത്തൊക്കെ അറിയാം. ഇതിൻ്റെ ഇവിടെ തന്നെയാണെങ്കിൽ 3-4 വീടുകൾ ഈ വീടിന് ബാക്കോട്ടുണ്ട്. വെള്ളം കണ്ട് നമുക്ക് പാരപ്പറ്റ വരെ വെള്ളം എത്തി. അത്രയും ദുരന്തമാണ്. എന്താ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ നമുക്ക് കാണുന്നതിലപ്പുറമാണ് ആ അവസ്ഥ തന്നെ. ഇത് റോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുഴ, ആ സൈഡിൽ പുഴയുണ്ട്. പുഴ നിറഞ്ഞ് വെള്ളം വന്നതും അപ്പുറത്തുനിന്ന് പാടം നിറഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഈ വരുന്നത് ഡാമിലത്തെ വെള്ളമല്ല. ഇതൊക്കെ എന്താ പറയുന്നത്, നമ്മൾ ഉറവ വെള്ളം എന്നൊക്കെ പറയത്തില്ലേ, കനാൽ ചാലിയത്തെ വെള്ളമൊക്കെ. ഇതേ കണ്ടോ, ഇവിടെ ഒരു വീട്, ഈ ഒരു വീട് കണ്ടോ, അതിൻ്റെ ഷട്ടർ കണ്ടോ. കറക്റ്റായിട്ട് എനിക്ക് അങ്ങോട്ട് പോകുന്നില്ല, കാരണം റോഡിലെ ഞാൻ നിൽക്കണേന്ന് പറഞ്ഞാലും നല്ല അടിയൊഴുക്കമുള്ള കാരണം നമുക്ക് അങ്ങോട്ട് പോയി വീഡിയോ എടുക്കാൻ ചെറുതായിട്ടൊരു പേടി ഉണ്ടായിരുന്നു. പിന്നെ ഹസ്ബൻഡും പിള്ളേരും അങ്ങോട്ട് പോകണ്ടെന്ന് പറഞ്ഞത് കാരണം ഞാൻ നീങ്ങി നിന്നിട്ടാണ് വീഡിയോ എടുത്തത്. ഇത് പറമ്പ് ഏത് റോഡ് ഏതെന്ന് നമുക്ക് അറിയാൻ മേലാത്ത അവസ്ഥയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2018 കൂടുതൽ വെള്ളമാണ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. കണ്ട ആ വീടുകളൊക്കെ